എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് തന്നെ നെവിനും ലക്ഷ്മിയും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതൊരു കോർട്ട് റൂമാണ്. പക്ഷേ ആ കോർട്ട് റൂമിലുള്ള സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ എന്ന് നെവിൻ ആദ്യം തന്നെ സത്യം ചെയ്തിരുന്നു. പക്ഷേ നെവിൻ കള്ളം പറയുന്നുണ്ട്. അതായത് ഞാൻ ആരുടെയും പാവ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നെവിൻ അതിവിദഗ്ധമായിട്ട് തന്നെ ഒരു പാവ അടിച്ചു മാറ്റുന്ന രംഗങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ വൈറലായിരുന്നു. അത് എപ്പിസോഡിലും ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് അവരെയും എപ്പിസോഡ് നടക്കുന്ന സമയത്ത് വീഡിയോ ആയിട്ട് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കള്ളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വക്കീലും അത് തെളിയിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് ലക്ഷ്മി അത് തെളിയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ലക്ഷ്മി ഇവിടെ ആരുടെ വക്കീലാണെന്ന് അറിയത്തില്ല, അക്ബറിൻ്റെ ആയിരിക്കാം. എന്തായാലും ഇതിനൊരു വിധി എഴുതുന്നതിനായിട്ട് ഒരു ജഡ്ജ് കാണും. ആ ജഡ്ജ് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കാം, നമുക്കറിയില്ല. അതല്ലെങ്കിൽ ബിഗ് ബോസ് ആയിരിക്കാം. പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്ന ആളോട് വക്കീലാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് വക്കീലിനോട് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്ന ആൾ ഞാൻ ചോദിച്ചതിന് ആദ്യം ഉത്തരം പറ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പവറില്ലാത്ത വക്കീലിൻ്റെ പോലെയാണ് നമുക്ക് പ്രൊമോയ്ക്കകത്ത് കാണുന്നത്. ലക്ഷ്മി എപ്പിസോഡിൽ